നിർമ്മാതാവ് വിജയ് ബാബുവിനെതിരെ സാന്ദ്ര തോമസ്. വിജയ് ബാബു മാനസികരോഗിയെന്ന് സാന്ദ്ര തോമസ് ആരോപിച്ചു. ഫേസ്ബുക്ക് പോസ്റ്റുകൾ മറുപടി അർഹിക്കുന്നില്ല. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ 25 വർഷത്തെ പാനൽ ഇന്ന് തകരുമെന്നും സാന്ദ്ര പറഞ്ഞു. അദ്ദേഹം ഒരു മാനസിക രോഗിയാണ്. എനിക്ക് അതിനെക്കുറിച്ച് സത്യം പറഞ്ഞാൽ നമ്മുടെ ഇവിടെ ഇലക്ഷൻ നടക്കുകയല്ലേ, അതിനെക്കുറിച്ച് വേണമെങ്കിൽ സംസാരിക്കാം. വിജയബാബു ഒന്നും മറുപടി അർഹിക്കുന്നില്ല. അതൊരു അവസരം മുതലാക്കി ഒരു അസുഖമുള്ള ഒരാളുടെ ഒരു പ്രശ്നമായിട്ട് മാത്രം കണ്ട് അതിനെ തള്ളിക്കളയുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്. കാര്യം അദ്ദേഹത്തിനുള്ള മറുപടി ഞാൻ ഫേസ്ബുക്കിൽ കൂടെ തന്നെ തിരിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ. തെരഞ്ഞെടുപ്പിൽ എനിക്ക് പ്രതീക്ഷയുണ്ട്. വർഷങ്ങളായിട്ട് 10-25 വർഷമായിട്ട് ഇരിക്കുന്ന പാനലാണ്. ആ പാനൽ ഇന്ന് തകരുന്ന കാഴ്ച എല്ലാവരും കാണുന്നതായിരിക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര പ്രതീക്ഷയുള്ളൊരു ഇലക്ഷൻ കൂടിയാണിത്. ലിഡിയ ജേക്കബ് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ലിഡിയ, ഈ വിജയ് ബാബു ഫേസ്ബുക്കിൽ എന്ത് എഴുതിയത് കൊണ്ടാണ് സാന്ദ്ര എങ്ങനെ മാനസിക രോഗിയെ എന്നൊക്കെ വിളിക്കുന്നത്? അജിംസ് 2 ദിവസമായി ഫേസ്ബുക്കിലൂടെ ഒരു പരസ്യപ്പോരിലേക്കാണ് വിജയ് ബാബുവും ഒപ്പം സാന്ദ്ര തോമസും കടക്കുന്നത് നമ്മൾ കാണുന്നത്. അതായത് നാമനിർദ്ദേശ പത്രിക തള്ളിയതിന് പിന്നാലെ, സാന്ദ്ര തോമസിന്റെ നാമനിർദ്ദേശ പത്രിക തള്ളിയതിന് പിന്നാലെ ഫ്രൈഡേ ഫിലിം ഹൗസിനെ പ്രതിനിധീകരിക്കാൻ സാന്ദ്രയ്ക്ക് സാധിക്കില്ല എന്ന വിജയ് ബാബു ഫേസ്ബുക്കിൽ കുറിക്കുന്നു. തുടർന്ന് അതിന് മറുപടിയായി സാന്ദ്ര തോമസ് അതിന് മറുപടിയായി ചില കാര്യങ്ങൾ ഫേസ്ബുക്കിൽ വീണ്ടും അതിന് മറുപടി പറയുന്നു. അതിനെ തുടർന്നുണ്ടായ മറ്റ് പ്രശ്നങ്ങളാണ്. അതിനെ തുടർന്ന് ഓരോരോ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷമാണ് ഇത്തരത്തിലൊരു മറുപടിയിലേക്ക് സാന്ദ്ര തോമസ് എത്തിയിരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വിജയ് ബാബുവിൻ്റേത് വെറും പട്ടി ഷോയാണ്. പട്ടിയെ വിശ്വസിക്കാൻ പറ്റും, പക്ഷേ പട്ടിക്ക് വിജയ് ബാബുവിനെ വിശ്വസിക്കാൻ പറ്റില്ല എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ സാന്ദ്ര ഇതിനെതിരെ ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്നാൽ അതിനെതിരെ വിജയ് ബാബു ഇത്തരത്തിൽ തൻ്റെ കൈവശം പല ചാറ്റുകളുടെ അടക്കം സ്ക്രീൻഷോട്ടുകളൊക്കെ ഉണ്ട്, താനത് പുറത്തുവിടും എന്നതടക്കമുള്ള ഭീഷണി പോലെയുള്ള കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കുന്നു. അതിനെതിരെയാണ് ഇത്തരത്തിൽ സാന്ദ്ര തോമസ് അല്പം മുമ്പ് നമ്മോട് പ്രതികരിച്ചപ്പോൾ വിജയ് ബാബു ഒരു മാനസിക രോഗിയാണ് എന്നതടക്കമുള്ള ഒരു കാര്യങ്ങളിലേക്ക്, ഒരു പരസ്യ പ്രതികരണത്തിലേക്ക്, ഒരു പരസ്യ പോരിലേക്ക് കടന്നത്. മാത്രമല്ല, വിജയ് ബാബുവിൻ്റെ ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെ, തനിക്കെതിരെ വരുന്ന ഇത്തരത്തിലുള്ള പ്രതികരണങ്ങളെ തള്ളിക്കളയുന്നു. അതിൽ യാതൊരു മറുപടിയും വിജയ് ബാബു അർഹിക്കുന്നില്ല എന്നാണ് സാന്ദ്ര തോമസ് പറയുന്നത്. ഇത് വെറും പട്ടി ഷോയുടെ ഭാഗമാണ് എന്നുള്ള അത്തരത്തിലുള്ളൊരു വാക്കുപയോഗിച്ചാണ് സാന്ദ്ര തോമസ് വിജയ് ബാബുവിൻ്റെ പ്രതികരണങ്ങളെ തള്ളുന്നത്. എന്നിരുന്നാലും ഒരു കാലത്ത് ഒരുമിച്ച് സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്ന 2 വ്യക്തികളാണ് ഇപ്പോൾ ഒരു ഫേസ്ബുക്കിലും അപ്പം മറ്റു മാധ്യമങ്ങളിലൂടെയും ഒരു പരസ്യപ്പോരിലേക്ക് കടക്കുന്നത് നമ്മൾ കാണുന്നത്. അല്പസമയം കഴിഞ്ഞാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തിരഞ്ഞെടുപ്പ്. സാന്ദ്ര തോമസ് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലേക്ക് മത്സരിക്കുന്നുണ്ട്. അല്പസമയത്തിനുള്ളിൽ തന്നെ ജനറൽ ബോഡി യോഗം തുടങ്ങും. അതിനുശേഷം വോട്ടിങ്ങും, അതിനുശേഷം ഫലവും ഇന്ന് വൈകുന്നേരത്തോടെ ഫലവും പ്രഖ്യാപിക്കും. ശരി ലിഡിയ.